ഈ വീഡിയോയിലെ ഇപ്പം തന്നെ അങ്ങോട്ട് സേവ് ആക്കി വെച്ചോട്ടാ. ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന സമയത്തെ ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു ഇത്. ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയാൽ നിങ്ങൾ എന്തായാലും എന്നോടൊരു താങ്ക്സും പറയും. അപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ഇട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിച്ച ശേഷം വെള്ളം കളഞ്ഞെടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഒരു നാരങ്ങയുടെ നീര്, എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും, 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് 1/4 കപ്പ് മാത്രം വെള്ളമൊഴിച്ച് നല്ലൊരു ബാറ്ററാക്കി മാറ്റാം. അപ്പോൾ ദാ ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്, ഒരുപാട് ലൂസായി പോവരുതേ. ഇനി കോളിഫ്ലവറിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൈവച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണെ. ഓരോന്ന് കോട്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടി എളുപ്പം കുറച്ചങ്ങ് ഒന്നിച്ചെടുത്ത് കോട്ട് ചെയ്യാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഗോൾഡൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടെ അങ്ങോട്ട് കഴിച്ചാൽ മതി.